ടാൻജൻസ് തൊടുവര ചാപ്റ്റർ നമുക്ക് വെറും 10 മിനിറ്റിൽ നിന്ന് പഠിച്ചാലോ. SSLC മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. വരയ്ക്കാനുള്ള ചോദ്യമുണ്ട്, കുറേ ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻഡ് നിങ്ങൾക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് തരും. 10 മിനിറ്റിൽ പഠിപ്പിച്ചുതരാം. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ സ്ലൈഡിലുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ബ്ലാങ്ക് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് SSLC നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേദന ജോയിൻ ചെയ്യാം. നമ്മൾ ഡിസംബർ 26 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി ക്ലാസ് ആയിരിക്കും. റിവിഷൻ ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാ സംഭവം ഉണ്ടാവും. ഈ സംഭവം ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ +1 ഏത് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ സംഭവം ഫ്രീ കിട്ടും. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ടാൻജൻസ് അഥവാ തൊടുവര, ഫസ്റ്റ് ആ പേര് തന്നെ പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളൊരു സർക്കിൾ എടുക്കുക. സർക്കിളാണ് നമ്മുടെ മെയിൻ ഹീറോ. ഓക്കെ, ഒരു സർക്കിളിൽ കൂടെ ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്നത്, ഒരു പോയിന്റ്, ഈ പോയിന്റ് നോക്കി, ഈ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ് ഒരു ടാൻജൻറ്റ്. അത് ഇങ്ങനെ 2 പോയിന്റ് പറ്റൂല, ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്യുന്നത് തൊടുവര, തൊട്ട് പോകുന്നു. ഓക്കെ, ഈ തൊടുവര എന്ന് പറയുമ്പോൾ എത്ര തൊടുവര വരയ്ക്കാം? ഈ പോയിന്റിലൂടെ തൊടുവര വരയ്ക്കാം, ഈ പോയിന്റിലൂടെ തൊടുവര വരയ്ക്കാം, ഇതിൽ കൂടെ. അപ്പോൾ ബേസിക്കലി കുറേ തൊടുവരകൾ വരയ്ക്കാം. ഓക്കെ, ഓരോരോ പോയിന്റിൽ കൂടെ ഓരോ തൊടുവര. അപ്പോൾ ഇൻഫിനിറ്റ് 100 പോയിന്റാണോ ഉള്ളത്, അല്ലെ ഇൻഫിനിറ്റ് പോയിന്റ് ഉള്ളതുകൊണ്ട് ഇൻഫിനിറ്റ് ടാൻജൻസ് വരയ്ക്കാം. ആയിക്കോട്ടെ, ഈ ടാൻജൻറ്റിൻ്റെ പ്രത്യേകത എന്താ? തൊടുവരേൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അവിടേക്ക് ഒരു റേഡിയസ് വരച്ചാൽ, ഈ റേഡിയസോ അല്ലെ ഡയമീറ്ററോ വ്യാസോ വരച്ചാൽ അതെന്ത് ആംഗിളാണ്? കണ്ടിട്ട് 30 ആണോ 40 ആണോ 50 ആണോ എത്രയാ? 90 ഡിഗ്രീസ്. എന്താണ്? 90 ഡിഗ്രീസ്. അപ്പം റേഡിയസും ടാൻജൻറ്റ് അല്ലെ തൊടുവര എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ തൊട്ട് വരുമ്പോൾ എപ്പോഴും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ച് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, 90 ഡിഗ്രിയാണ് അവർ തമ്മിൽ വരിക. ഓക്കെ, ഇവിടെ വരച്ചാൽ നോക്കി ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അവിടെ 90 ഡിഗ്രിയാണ്. ഞാൻ ഇപ്പോൾ വരച്ചതിന് ചെറിയ തെറ്റാണ്. ബേസിക്കലി എവിടേക്ക് നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാൽ റേഡിയസ് ആയിട്ട് മുട്ടുമ്പോൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്താണ്? ഒരു സർക്കിൾ വരച്ചാൽ, ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, ഞാൻ ഒരു പുറത്തുള്ളൊരു പോയിന്റ്, എക്സ്റ്റേണൽ പോയിന്റ് ആണ്, പുറമേ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാം? ഞാൻ പറഞ്ഞു ഒരു സർക്കിളിലേക്ക് എനിക്ക് 1000 100 ഇൻഫിനിറ്റ് ടാൻജൻസ് വരയ്ക്കാം. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് എനിക്ക് 2 ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ടാൻജൻസ് ഞാൻ വരച്ച ആൻസർ നോക്കിയാൽ ഇവിടെ വരെ വരും. ഓക്കെ, അത് നീട്ടി വരയ്ക്കാം, ഞാൻ ഇവിടെ വരെ വരയ്ക്കുന്നു. എന്നിട്ട് താഴേക്കും വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഈ 2 ടാൻജൻറ്റ് പ്രത്യേകത ഉണ്ട്. ഇവിടെ ഞാൻ PA എന്ന് പറഞ്ഞ ടാൻജൻറ്റും PB എന്ന് പറഞ്ഞ ടാൻജൻറ്റും വരച്ചാൽ ഈ 2 ടാൻജൻറ്റും ഈക്വൽ ആയിരിക്കും. എന്താണ്? ഈക്വൽ ലെങ്സ് ആയിരിക്കും. ഓക്കെ, PA = PB. പുറമേ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റ് വരച്ച സർക്കിളിലേക്ക് 2ഉം ഈക്വൽ ആയിരിക്കും നീളം, നിർബന്ധമായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയായിരിക്കും. നോക്കിയേ, ഈ ലൈനും ഈക്വൽ ആ. കാരണം എന്താണ്? ഇവരെ നമ്മൾ വിളിക്കും റേഡിയസ്. ഓക്കെ, ഇനി റേഡിയസും ടാൻജൻറ്റും കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ 90 ഡിഗ്രി വരച്ചോ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഒറ്റൊരു ഡയഗ്രത്തിൽ നിന്ന് പഠിക്കുന്നത്. ഇവിടെ 90, ഇവിടെ 90. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 ആണെങ്കിൽ, ഇതും ആഡ് ചെയ്യുമ്പോൾ 180 ആണെങ്കിൽ ഇതും ആഡ് ചെയ്യുമ്പോൾ 180. അപ്പോൾ നമ്മൾ എന്താ വിളിക്കാനേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. യെസ്, അപ്പോൾ ഇത് 2 90 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 90 180 ഇവിടെ പോയി. ഇത് 2 ആഡ് ചെയ്ത് ഇനി 180 ആവണം. അപ്പം രസമുള്ള കാര്യം വെച്ചാൽ ഇവൻ നമ്മൾ X എന്ന് വിളിച്ചാൽ ഇത് 180 - X. ഓക്കെ, അത് പോരാതെ രസമുള്ള കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ഈ വരച്ച ഈ ഡയഗ്രാമിൽ എന്താണ്? PAOB അല്ലേ, AOPB എന്ത് വേണമെങ്കിൽ വിളിച്ചോ നിങ്ങൾ. ഓക്കെ, ഈ ചതുർഭുജം, ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താണ്? ദിസ് ഈസ് സൈക്ലിക്, ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിൾസ് ചാപ്റ്റർ അല്ലേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കാരണം ഇത് ആഡ് ചെയ്താൽ 90 ആയിട്ട് 180, ഇത് ആഡ് ചെയ്താൽ 180. അപ്പോൾ അതിന് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പം ഈ സെൻറ്ററത്തെ ആംഗിളും ടാൻജൻസിന് ഇടയ്ക്കുള്ള ആംഗിളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഇതുപോലാതെ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ സെയിം സാധനം ഞാൻ ഒന്നും കൂടി കോംപ്ലിക്കേറ്റ് ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, എക്സാമിന് ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, നോക്കിയേ, ഇതാ ഇവിടെ ഞാൻ ഒരു ലൈൻ ഇപ്പോൾ വരച്ചു വിചാരിക്കുക, ഈ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ X/2 മേലെ വരും, ഇവിടെ X/2 താഴെ വരും. ഇവിടെ എന്താണ്? മേലെ 90 - X/2 മേലെയും വരും, താഴെ 90 - X/2. ബേസിക്കലി എന്താണ്? ഈ ട്രയാങ്കിളും ഈക്വൽ, തുല്യ ട്രയാങ്കിൾസ്. കറക്റ്റ് പകുതിക്ക് മറിച്ചു. 90 ഇവിടെ പകുതി, ഇവിടെ അതിൻ്റെ പകുതി. ബേസിക്കലി ഈക്വൽ ട്രയാങ്കിൾസാണ്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം കൂടെ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ റേഡിയസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം 3 സെൻറ്റിമീറ്റർ. ഓക്കെ, OP എന്ന് പറയുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ. നിങ്ങളോട് പറയുകയാണ് PA കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയേ. റേഡിയസ് തന്നു 3, OP തന്നു 5, PA കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? നിങ്ങൾ ഈ ടാൻജൻറ്റ് ലെങ്ത് നോക്കിയത്, ഇത് റൈറ്റ് ട്രയാങ്കിൾ നോക്കിയേ. ഇത് A, ഇത് B, ഇത് C വിളിച്ചെന്താ? A² + B² = C². കാരണം എന്താണ്?
റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ PA², ഓക്കെ, അപ്പോൾ എന്തോ സ്ക്വയർ പ്ലസ് 3² ഈസ് ഈക്വൽ ടു 5² അല്ലേ, ഇത് 5 ആണ്. അപ്പോൾ 3 4 5 ആണെന്ന് പറയുമ്പോൾ 3 PA എന്ന് പറയുമ്പോൾ 4 ആയി, 4 സെൻറ്റിമീറ്റർ കിട്ടി. PA 4 ആണെങ്കിൽ PBയും 4. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവിൽ വരണം, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, വന്ന് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനിയാണ് അടുത്തത് ഏറ്റവും വലിയ അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ കാണണമെന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ 2-3 സെപ്പറേറ്റ് ഡയഗ്രാം ആക്കി ഞാൻ ഒറ്റൊരു ഡയഗ്രാം ആക്കി എല്ലാം പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് ഈ ഡയഗ്രാം വന്നതെന്നും അതിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, റെഡി? ഇത് നിങ്ങളുടെ സർക്കിൾസ് ചാപ്റ്ററിലായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വൃത്തം വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ, ദിസ് ഈസ് എ സർക്കിൾ. അതിൻ്റെ സെൻറ്റർ വരച്ചു, ഒരു കോഡ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു കോഡ് വരയ്ക്കുന്നു. ആ കോഡിലെ 2 പോയിൻ്റ്, ആ കോഡിലേക്ക് നമ്മൾ 2 ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു പുറമേ എന്നുള്ളൊരു പോയിന്റ് 2 ടാൻജൻറ്റ് വരയ്ക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ P എന്നാണ് പൊതുവെ വിളിക്കുക. ഓക്കെ, ഈ കോഡുകൾ മേജർ ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ആ കോഡ് കേട്ടോ, ഈ കോഡ് ഇത് ടാൻജൻ്റ് ആണ് 2 അതിൻ്റെ അറ്റത്തു നിന്ന് കോഡുണ്ട്, ആ കോഡ് മേജർ ആർക്ക് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ആ കോഡ് സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നു അല്ലേ, കേന്ദ്ര കോണും. ഓക്കെ, ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ തീമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മേലത്തെ ആംഗിൾ നോക്കിയാൽ, ഈ ആംഗിൾ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ ഇതെന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2x അല്ലേ. ഓക്കെ, ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് സെൻട്രൽ, നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങാം. ഇവിടെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സെൻട്രൽ ഇവരെന്താണ്, അതിൻ്റെ ഡബിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം 2x. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം, ടാൻജൻസും കോഡുകളും മീറ്റ് ചെയ്യുന്ന ആംഗിൾ ഉണ്ടോ നോക്കിയാൽ, ഈ ആംഗിളും ഈ ആംഗിളും മേജർ ആർക്കിലെ ആംഗിളും സെയിം ആണ്. ഓക്കെ, കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്, ടാൻജൻറ്റും കോഡും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ അവിടെ ഇവിടെ നമുക്ക് എക്സ് ഇടാം. അപ്പം 3 എക്സുകളാണ്, അവിടെ എക്സ് ഇവിടെ എക്സ്, അപ്പോൾ എക്സ് ഇവിടെ എക്സ്. അത് ഓർത്ത് വെച്ചോ, ഡയഗ്രാമിലൊക്കെ പെട്ടെന്ന് ആവശ്യമില്ല. ഇതും എന്താണ് എക്സ്. ഓക്കെ, ഇനി നമുക്കറിയാം റേഡിയസും ടാൻജൻറ്റും എന്താ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഈ റേഡിയസും ഈ ടാൻജൻറ്റ് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ചെറുതായിട്ട് 90 ഡിഗ്രി നിട്ടേ, 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി നിട്ടേ. ആരും 90 എന്ന് മനസ്സിലായി. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്താ ഇത് 90ൽ നിന്ന് എക്സ് കുറച്ചാൽ എത്ര വരും, 90 - x അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞാംഗിൾ എഴുതാം, ഇത് 90 ഡിഗ്രി - x, ഇതും 90 ഡിഗ്രി - x. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഒരു ആംഗിളും കൂടി നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, ഈ ആംഗിളിനെ പറ്റി നമ്മൾ എന്താണ്, ടാൻജൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും സെൻട്രൽ ആംഗിളും സപ്ലിമെൻ്ററിയാണ്, അനുപൂരകമാണ്. അപ്പം ഇവിടെ ചക്കയാണെങ്കിൽ 180 - ചക്ക, തേങ്ങയാണെങ്കിൽ 180 - തേങ്ങ. അപ്പോൾ ഇവിടെ എന്താണ് 180 - x എന്നാണ് നമ്മൾ കഴിഞ്ഞ ഡയഗ്രാമിൽ പഠിച്ചല്ലേ. കാരണം ഇവിടെ എക്സ് ആയിട്ട് നോക്കിയാൽ, കഴിഞ്ഞ ഡയഗ്രത്തിൽ നമ്മൾ എക്സ് ആയിട്ട് 180 - x. നമുക്കിപ്പം സെൻട്രൽ എന്താണ്, ഏറ്റവും ബെസ്റ്റ് ഡയഗ്രത്തിൽ 2x ആണ്, നമ്മൾ 180 - 2x. ഓക്കെ, ഈ ഒരു ഡയഗ്രാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഈ സാധനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഇവനെയും കംപ്ലീറ്റ് ചെയ്തു. ഇനി ആകെ ഈ സാധനം ഹെറൻസ് ഫോർമുല ഇതും കൂടി നമുക്കുള്ളത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നോക്കിക്കേ, ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഈ PA PBC PC². പിടിച്ചോ, PA PBC PC²ൻ്റെ അത് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഒരു സർക്കിൾ എടുക്കുക, പെട്ടെന്ന് കാണിച്ചാൽ സർക്കിൾ എടുക്കുക. ഓക്കെ, ഒരു പോയിന്റ് Pയിൽ നിന്ന് ഞാൻ ഒരു ടാൻജൻറ്റ് ചേർച്ചു, അതാണ് PC. ടാൻജൻ്റാണ് PC. AB എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ നീട്ടി Pയിലേക്ക് എത്തിക്കാം, AB എന്നുള്ള കോഡ്. ഓക്കെ, അപ്പോൾ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്, PA × PB = PC × PD നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ PC². PC ഒരു ടാൻജൻ്റാണ്. തെറ്റിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്, PA നിങ്ങൾ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, AB കൊടുക്കും. ക്വസ്റ്റനിൽ 3ഉം 4ഉം കൊടുക്കും. അപ്പോൾ നിങ്ങൾ 3 × 4 തെറ്റി. ഇത് 3 ആണ് PA. PB എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 4ഉം 3 ആദ്യം 7 ആണ്. PB എന്ന് പറയുമ്പോൾ 7 മൊത്തം ലെങ്ത് എടുക്കണം. അപ്പോൾ 3 × 7 = PC². ഓക്കെ, അങ്ങനെ തന്നെ എടുക്കല്ലേ, തെറ്റിപ്പോ. ഓക്കെ, ഇതും കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് എന്താണ്, മറ്റേ സൈക്ലിക് ക്വാഡ്രിലാറ്ററലും സൈക്ലിക് എന്താണ് ഇതും കൂടി ഉള്ളൂ. നോക്കിയാൽ ബേസിക്കലി ഒരു സർക്കിൾ ഞാൻ വരച്ചു. ഓക്കെ, ഒരു സർക്കിൾ ഞാൻ വരച്ചു. ഓക്കെ, അതിനെ ടച്ച് ചെയ്തു, ക്വസ്റ്റ്യനിൽ ടച്ചസ് ദ ഡയഗ്രാം. ഓക്കെ, ടച്ച് ചെയ്ത് പോകുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു റഫായിട്ടൊന്ന് വരച്ചു തരാം. തട്ടി പോകുന്നില്ലല്ലോ അവൻ, ഇവിടെ തട്ടി ഞാനല്ലേ ഈ ഡയഗ്രത്തിൽ തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ സമയം വെറുതെ വേസ്റ്റ്. നോക്കിയാൽ ഇത് ടച്ച് ചെയ്ത് പോകുന്നില്ല സർക്കിളിന് ഓരോ അറ്റത്തും. അപ്പോൾ ടച്ച് ചെയ്ത് പോകുന്നില്ല എന്നെ ടാൻജൻറ്റ് എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് D ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് D ആണ്, ആ സെയിം ലെങ്ത് ആണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത് ആണ്, രണ്ടും ഒരേ എക്സ്റ്റേണൽ പറഞ്ഞുള്ള ടാൻജൻറ്റ്, രണ്ട് ഈക്വലാണ്. ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. അപ്പോൾ നോക്കിയാൽ അതാണ് ABCD എന്ന് പേരിടാൻ കാരണം. അപ്പോൾ ഇത് ഈക്വൽ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയാണ് ലാസ്റ്റ് കാര്യം, ഹെറോൺസ് ഫോർമുല. ഓക്കെ,
ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഇതാ അത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഒരു ട്രയാങ്കിൾ എടുക്കുക, ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഒരു ട്രയാങ്കിൾ എടുക്കുക, ഓക്കെ, റെഡി. ഒരു ട്രയാങ്കിൾ എടുക്കുന്നു, ഓക്കെ, അതിനുള്ളിലൊരു സർക്കിൾ നമുക്ക് ഇടാം. ഇതിനെ നമ്മൾ ഇൻ സർക്കിൾ എന്ന് വിളിക്കുന്നു, ഓക്കെ. അതിൻ്റെ റേഡിയസ് 6, ഓക്കെ. ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര? എ എന്ന് ഇടുന്നു, ഓക്കെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ എ എന്ന് ഇടുന്നു, 6 എന്ന് വിളിക്കുന്നു. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പെരിമീറ്റർ ബൈ 2. എന്തിൻ്റെ പെരിമീറ്റർ? ട്രയാങ്കിളിലെ പെരിമീറ്ററിൻ്റെ പകുതി. എസ് എന്ന് പറയുമ്പോൾ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇത് എ, ഇത് ബി, ഓക്കെ, ഇത് സി എന്ന് വിചാരിച്ചോ, ഓക്കെ. അപ്പോൾ പെരിമീറ്ററിൻ്റെ പകുതി. ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുക. ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. ആർ എന്ന് പറയുമ്പോൾ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് അഥവാ ഇൻ റേഡിയസ്, അന്തർവൃത്താരം. എ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഓക്കെ, സർക്കിളിലായിട്ടൊരു ബന്ധമല്ല കേട്ടോ, ട്രയാങ്കിളിൻ്റെ ഏരിയ. എസ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ചുറ്റളവിൻ്റെ പകുതി. ഇത് പഠിക്കണം. ഇതുപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏരിയ ഇസ് ഈക്വൽ ടു ഒരു വലിയ റൂട്ട് ഇടുക, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു, ഓക്കെ, എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ഓക്കെ. ഇത് നോക്കിയാൽ ഒരു വലിയ റൂട്ട് ഇടുക, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി. ഇത്രയും സാധനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈവിലും വരിക, അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാം സെറ്റാവും. ഇനി നിങ്ങൾ കൺസ്ട്രക്ഷൻ്റെ ഇങ്ങനെ 10 മിനിറ്റിലെല്ലാം വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ദാൽ സർ സൈനിങ് ഓഫ്. 10 മിനിറ്റിൽ ചാപ്റ്റർ പഠിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യുക.